ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. അതിൽ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിലും അതുപോലെ പാർലമെന്റിലും നടന്നിട്ടുള്ള കേസുകളെക്കുറിച്ചും അമെൻമെന്റുകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രവും അതുപോലെ ഇന്ത്യൻ സിറ്റിസൻസിനും ഫോറിൻ സിറ്റിസനും കോമൺ ആയിട്ട് വരുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും നമ്മുടെ ഫോറിനേഴ്സിന്, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികൾക്ക് എന്തല്ല, ബാധകമല്ല. അവർക്ക് മാത്രമായിട്ട് കുറച്ചുണ്ട്. ഇന്ത്യക്കാർക്ക് മാത്രം ലഭിക്കുന്ന കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റുകളുണ്ട്. അത് ഏതെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. റൈറ്റ് എക്സ്ക്ലൂസീവ് ടു ഇന്ത്യൻ സിറ്റിസൻസ് ഓൺലി. അപ്പോൾ നമുക്ക് മാത്രമായിട്ട് ഇന്ത്യയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം പഠിക്കാം. ആർട്ടിക്കിൾ 15 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, എന്താണ്? prohibition of discrimination on grounds of religion, race, caste, sex or place of birth. ഇത്രയും കാര്യങ്ങളുടെ ബേസിൽ എന്ത് പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്, ആർട്ടിക്കിൾ 15 പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 15 ആർക്ക് മാത്രമാണ് ലഭിക്കുള്ളൂ? നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു നമുക്ക് മാത്രം ലഭിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16, ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 16. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിദേശിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ കേരള PSC എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് എന്തില്ല, അവർക്ക് അതിന് അർഹതയില്ല. അത് ആർക്ക് മാത്രമുള്ളതാണ്? നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രം ഉള്ളതാണ് ആർട്ടിക്കിൾ 16, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അടുത്തൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓക്കെ, ഇതൊക്കെ ഓർമ്മ വരണം. റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്? 6 ഫ്രീഡത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. സ്പീച്ച്, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ 6 ഫ്രീഡത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതും ആർക്ക് മാത്രമുള്ളതാണ്? നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമുള്ളതാണ്. ഇനി അടുത്ത ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 29, പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കും, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. അതും ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒരു മൗലിക ആവശ്യമാണ്. ആർട്ടിക്കിൾ 30, റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മൈനോറിറ്റീസിന് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അവകാശം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കണം, ഇത് ആർക്കില്ല, ഇതൊന്നും വിദേശികൾക്കില്ല. അപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 എന്തായിരുന്നു? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 16 എന്തായിരുന്നു? ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 19, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എത്ര സ്വാതന്ത്ര്യം? 6 സ്വാതന്ത്ര്യം. അതും ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 29, പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. അതും ആർക്ക് മാത്രമേ ഉള്ളൂ? ആർട്ടിക്കിൾ 29 ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് വരുന്നുള്ളൂ. ആർട്ടിക്കിൾ 30, റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ. ആർക്ക് തുടങ്ങാൻ? മൈനോറിറ്റീസിനും തുടങ്ങി അത് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 30. ഇത്രയും ആർക്ക് മാത്രമാണ്? നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. 5 ആർട്ടിക്കിളുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. 15, 16, 19, 29, 30. ഈ 5 ആർട്ടിക്കിൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? അറിഞ്ഞു വെക്കണം. ഇനി നമ്മൾക്കും ഫോറിൻ സിറ്റിസൻസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാൻ പോകണം? പഠിക്കാനായിട്ട് പോകണം. റൈറ്റ്സ് അവൈലബിൾ ടു എവരി വൺ, ദാറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൻസ് ആൻഡ് ഫോറിനേഴ്സ്. രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയായിരുന്നു? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അത് നമുക്കും ഫോറിനേഴ്സിനും എന്താണ്? ഒരുപോലെയാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു എക്സെപ്ഷൻ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു, ഓർത്തു വെക്കണം. ആർട്ടിക്കിൾ 20, പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഇത് നമുക്കും ഫോറിനേഴ്സിനും എന്താണ്? ഒരുപോലെ അപ്ലിക്കബിൾ ആണ്. അതുപോലെ ആർട്ടിക്കിൾ 21 21A. ആർട്ടിക്കിൾ 21 21A വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. എന്താണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവനും സ്വത്തിനുമുള്ള അവകാശത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞാലോ? ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദി റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ. അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആണ്? ഫോറിൻ സിറ്റിസൻസിനും ഇന്ത്യൻ സിറ്റിസൻസിനും ഒരുപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള 2 ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 21 അതുപോലെ തന്നെ 21A.
അടുത്തത് ആർട്ടിക്കിൾ 22. എന്തായിരുന്നു ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സെർട്ടൻ കേസസ്. ഏതെങ്കിലും കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കൺവിക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ അറസ്റ്റിനും അതുപോലെ തന്നെ ഡിറ്റക്ഷനും എതിരെ ഉള്ള ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ ബാധകമാണ്? നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസിനും ഫോറിൻ സിറ്റിസൺസിനും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 23 ആൻഡ് 24 പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ചൈൽഡ് ലേബർ. അതും ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്? ഇന്ത്യൻ സിറ്റിസൺസിനും ഫോറിൻ സിറ്റിസൺസിനും. അതായത് മനുഷ്യക്കടത്ത് നിരോധനമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 23, 24. നമ്മൾ പറഞ്ഞിരുന്നു റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു, ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂഷണമാണ്. അതായത് മനുഷ്യരെ കടത്തുക, അതുപോലെ തന്നെ നിർബന്ധമായി ജോലി ചെയ്യിപ്പിക്കുക, ബാലവേല ചെയ്യിപ്പിക്കുക, ഇതിനൊക്കെ എതിരെ ഉള്ള ഒരു രണ്ട് ആർട്ടിക്കിളുകളാണ് ഇതൊക്കെ ആർട്ടിക്കിൾ 23ഉം 24ഉം. ഇത് ഇന്ത്യൻ സിറ്റിസൺസിനും അതുപോലെ തന്നെ ആർക്കും അപ്ലിക്കബിൾ ആണ്, ഫോറിൻ സിറ്റിസൺസിനും ആപ്ലിക്കബിൾ ആണ്. ഇനി ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. 25 മുതൽ 28 വരെ 5 ആർട്ടിക്കിളുകളുണ്ട്. അത് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആണ്? ഫ്രീഡം ഓഫ് കൺസൈൻസ്, ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻസ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻസിനും അതുപോലെ തന്നെ ഫോറിൻ സിറ്റിസൺസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് ഇതൊക്കെ, ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ഇതൊക്കെ. ആർട്ടിക്കിൾ 14 എന്തായിരുന്നു? ആർട്ടിക്കിൾ 14 പറഞ്ഞത് ഈക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 20 എന്തായിരുന്നു? ആർട്ടിക്കിൾ 20 പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ആർട്ടിക്കിൾ 21ഉം 21A നിർബന്ധമായി പഠിച്ചു വയ്ക്കണം. ആർട്ടിക്കിൾ 21, 21A മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവനും സ്വത്തിനുമുള്ള അവകാശം. ജീവനുള്ള അവകാശം, അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്. റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ, ആർട്ടിക്കിൾ 21A. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സെർട്ടൻ കേസസ്. ആർട്ടിക്കിൾ 23, 24